بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും അല്ലാഹുവിൻ്റെ അന്ത്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചര്യകൾ പാലിച്ചും ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ അല്ലാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും അതിലൂടെ നേടിയെടുക്കാൻ നിരന്തരമായി ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ എൻ്റെ ഓരോ സഹോദരന്മാരോടും ആവശ്യപ്പെടുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ പാട്ടിന് വിടുകയല്ല ചെയ്തത്, മറിച്ച് അവൻ്റെ പ്രീതിക്കനുസരിച്ച് അവൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്നതിന് ആവശ്യമായ നിലയിൽ നമുക്ക് മാർഗദർശനങ്ങൾ അവൻ ചെയ്തിരിക്കുന്നു. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചതും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും. അതിലെല്ലാം ഉപരിയായി നമുക്ക് അല്ലാഹു നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ഇബാദത്തുകൾ, നമസ്കാരവും സകാത്തും നോമ്പും ഹജ്ജുമെല്ലാം, അത് ആത്മസായുജ്യം ഉണ്ടാവാനുള്ള ഇബാദത്തുകളാണ് എന്നതിലുപരി ഈ ഇബാദത്തുകൾ മദ്രസകളാണ്, പാഠശാലകളാണ്. പാഠശാലകൾ എന്നു മാത്രമല്ല, അത് പഠന പരിശീലന ശാലകൾ കൂടിയാണ്. നമ്മൾ ഏതൊരു ഇബാദത്ത് എടുത്തു നോക്കിയാലും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും പരിശീലിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായി കാണാൻ കഴിയും. കേവലമായ ഒരു ധ്യാനം, ഒരു ദിക്ർ എന്നതിലുപരിയായി അല്ലാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇബാദത്തുകളുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്, വൈവിധ്യമാർന്നതാണ്. നമസ്കാരം ഏകാഗ്രമായി ഒരിടത്തിരുന്ന് ഏകാന്തമായി ധ്യാനിക്കുന്ന ഒരു പ്രവർത്തനമല്ല. സകാത്തും അങ്ങനെയല്ല, നോമ്പും ഹജ്ജും അങ്ങനെയല്ല. നമസ്കാരം എന്നത് വ്യത്യസ്തമായ ആരാധനയുടെ ഇബാദത്തുകളുടെ നിലകളുള്ള, വ്യത്യസ്തമായ പാരായണങ്ങളും ധ്യാനങ്ങളും അതേപോലെ സ്മരണകളും നിലകളും ഒക്കെയുള്ള പ്രത്യേകതരം ഇബാദത്താണ്. അതിലൂടെ അല്ലാഹു തആല നമ്മുടെ അറിവിൽ വർധന ഉണ്ടാക്കി തരുന്നു, നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തരുന്നു, നമ്മുടെ വിശ്വാസത്തിന് വീര്യമുണ്ടാക്കി തരുന്നു, നമ്മുടെ ബാക്കിയുള്ള ചിട്ടകളിൽ അതിനൊരു കൃത്യത വരുത്തുന്നു. ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ നമസ്കാരത്തിൽ നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിയും. നമസ്കാരം ഒരു പാഠശാലയാണ് എന്ന അർത്ഥത്തിൽ അതിനെ സമീപിക്കുമ്പോൾ, ഒരു നമസ്കാരത്തിൽ നിന്ന് ഫാത്തിഹ ഓതുന്നവൻ, ആ നമസ്കാരത്തിൽ നിന്ന് സൂറത്തുകൾ ഓതുന്നവൻ, അവന് ഒരുപാട് അറിവുകൾ, ചിന്തകൾ അവനിലേക്ക് കയറി വരികയാണ്. അവൻ അതിനെ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അറിവുകൾ വർദ്ധിക്കുകയാണ്. നമസ്കാരത്തിലെ റുകൂഅ്, സുജൂദ്, ഇഅ്തിദാല്, അത്തഹിയ്യാത്ത് തുടങ്ങിയുള്ള നിലകളിൽ അല്ലാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട നിർദ്ദിഷ്ടമായ
പ്രാർത്ഥനകളും തസ്ബീഹുകളും ചെയ്യുന്നതിലൂടെ അള്ളാഹുവിനോട് ഒരു പ്രത്യേകമായ അടുപ്പവും വണക്കവും സ്നേഹവും ഈമാനികമായ വീര്യവും ഉണ്ടായിത്തീരുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിത്തീരുകയാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരക്കാരനെ നീചവും നിരോധിക്കപ്പെട്ടതുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. ഒരു നമസ്കാരം എന്നത് അത് അമൂർത്തമായ രൂപങ്ങളില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. പക്ഷെ അതിനൊരു രൂപമുണ്ട്, ആത്മീയമായ ഒരു രൂപവും ഒരു ശക്തിയും അതിനുണ്ട്. ആ ശക്തി കൊണ്ടാണ്, ആ ഇച്ഛാശക്തി കൊണ്ടാണ് തിന്മകളെ തടുക്കാനുള്ള ഒരു പരിചയമായി അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായി നിലകൊള്ളണം. അപ്പോൾ എന്താണ് നമസ്കാരം? ഒരു പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും പാഠശാലയായി നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് എന്നത് ഒരു പരിചയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ് എന്ന്. നോമ്പ് പഠിക്കാനും പരിശീലിക്കാനുമുള്ള ഒരു പാഠശാലയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്ന നിലയിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് അതിന്റെ സാരാംശങ്ങൾ സമഗ്രമായി ഉൾക്കൊള്ളാനുള്ള വിനീതമായ നിരന്തരമായ ഒരു ശ്രമം റമദാനിൽ നമ്മൾ നടത്തും. അപ്പൊ അതിന്റെ ഭാഗമായി അറിവുകൾ വർദ്ധിക്കുന്നു, ഈമാൻ വർദ്ധിക്കുന്നു, വിശ്വാസം വർദ്ധിക്കുന്നു, തഖ്വ സൂക്ഷ്മത ബോധം വർദ്ധിക്കുന്നു. അപ്പൊ ആ അർത്ഥത്തിലുണ്ടായിത്തീരുന്നു. മാത്രമല്ല തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനോഭാവം, ഹറാമുകളെ സൂക്ഷിക്കാനുള്ള ഒരു മനോഭാവം, തഖ്വ അതിലൂടെ രൂപപ്പെട്ടു വരുന്നു. അല്ലാഹ് ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പരിശീലനമാണ്. അതൊരു ക്ലാസ് എടുക്കലല്ല, ഒരു ബോധ്യപ്പെടുത്തലല്ല, ഒരു ദിക്റല്ല, മറിച്ച് ഒരു പരിശീലനശാലയാണ്. ഇതേപോലെ തന്നെയാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഒരു പരിശീലനമാണ്. അവശനായ പട്ടിണി കിടക്കുന്ന ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, മറിച്ച് അവന്റെ അവസ്ഥകൾ കണ്ടിട്ട് നീ ഇടപെടണം. നിന്റെ സമ്പത്തിൽ അള്ളാഹു നിശ്ചിതമായ വിഹിതം, ആ സമ്പത്ത് നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ പാവപ്പെട്ടവന് നീ കൊടുക്കണം. അതിനൊരു സ്വഭാവവും ചിട്ടവട്ടങ്ങളും ഒക്കെ അള്ളാഹുവും റസൂലും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു പരിശീലനമാണ്. അതിലൂടെ എന്തുണ്ടാകുന്നു? സഹാനുഭൂതി ഉണ്ടാകുന്നു, അനുകമ്പയുണ്ടാകുന്നു, മറ്റുള്ളവനോട് സൗഹാർദ്ദം ഉണ്ടാകുന്നു, സഹവർത്തിത്വം ഉണ്ടാകുന്നു, ഊഷ്മളമായ ബന്ധമുണ്ടാകുന്നു, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നു. ഇതെല്ലാം സക്കാത്തിലൂടെ ഉണ്ടായിത്തീരുന്നു, സദഖയിലൂടെ ഉണ്ടായിത്തീരുന്നു. ഹജ്ജ് ഇതേപോലെ മറ്റൊരു പാഠശാല. നിങ്ങൾ നോക്കൂ, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനും അവനെ ധ്യാനിക്കുന്നതിനും അവൻ ആരാധന നടത്തുന്നതിനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ആരാധനകൾ, അതിന്റെ വ്യത്യസ്തതകൾ നിങ്ങൾ നോക്കൂ. ഒരാളും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു ചില പ്രത്യേകമായ സ്വഭാവത്തിൽ ഈ ഇബാദത്തുകളെ, ആരാധനകളെ അവൻ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. ഹജ്ജ് തികച്ചും വ്യത്യസ്തമാണ്. ഈ നോമ്പ് പോലെയോ നമസ്കാരം പോലെയോ സക്കാത്ത് പോലെയോ അല്ല. എന്നാൽ ഇതിന്റെ എല്ലാം സാരാംശങ്ങൾ ഉൾപ്പെട്ടതും കൂടിയാണ്. ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടാത്തതാണ് ഹജ്ജ്. ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഒരാൾ, ആ ഹജ്ജിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? അത് നിങ്ങൾക്ക് മാർഗദർശനമാണ് എന്ന് ഖുർആൻ പറയുന്നു. ഹുദൽ ലിൽ ആലമീൻ. കഅബാലയത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ലോകത്തിന് മുഴുവൻ മാർഗദർശനമാണ്. ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ് എന്നാണ്. അപ്പൊ ഖുർആനിൽ നിന്ന് ആളുകൾക്ക് അതിന്റെ നന്മ തിന്മകൾ, ശരി തെറ്റുകൾ, നിയമനിർദ്ദേശങ്ങൾ നോക്കി പഠിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ നമുക്ക് ഹജ്ജിൽ നിന്ന് അല്ലെങ്കിൽ കഅബയിൽ നിന്ന് ഒരുപാട് മാർഗദർശനങ്ങൾ, നേർവഴികൾ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അതിനെ കേവലമായ ഒരർത്ഥത്തിൽ യാന്ത്രികമായി നിർവഹിക്കുമ്പോൾ അത് കിട്ടൂല. ഈ ഇബാദത്തുകളെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പാഠശാല പോലെ, ഒരു വർക്ക്ഷോപ്പ് പോലെ, ഒരു പരിശീലനശാല പോലെ നമുക്ക് ഉപയോഗപ്പെടുന്നത് എപ്പോഴാണ്? അത് നമ്മൾ അതിനെ ആ നിലയിൽ സമീപിക്കുമ്പോഴാണ്. യാന്ത്രികമായി സമീപിക്കുന്ന ഒരു രീതിയുണ്ട്,
നമസ്കാരം നാടോടുമ്പോൾ നടുവേ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ സാമ്പ്രദായികമായ പരമ്പരാഗതമായ ആചാര രീതി എന്നതുപോലെ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മനസ്സിന്റെ വിഷമം തീർക്കാൻ ജുമുഅയ്ക്ക് പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും വഖത്തിന് നമസ്കാരത്തിന് പള്ളിയിൽ പോവുക, സൗകര്യം കിട്ടുമ്പോൾ നമസ്കരിക്കുക, അല്ലെങ്കിൽ കൃത്യമായി നമസ്കരിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടുശീലങ്ങൾ, വീട്ടുശീലങ്ങൾ, നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വേണ്ടപ്പെട്ടവരും ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതി എന്ന നിലയിൽ അതിനെ ഒരു ആചാരപരമായി സമീപിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കെന്തോ ഒരു വിഷമം ഉണ്ടാകും. ആ വിഷമം തീർക്കാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരം, ആ വിഷമം തീർക്കാൻ വേണ്ടിയുള്ള ഒരു നോമ്പ്, ആ വിഷമം തീർക്കാനുള്ള ഒരു സദക്ക, ഇങ്ങനെയൊക്കെയുള്ള അതേപോലത്തെ ഒരു ഹജ്ജ്, ഇതിനെ ആചാരപരമായി സമീപിക്കുന്ന ഒരു രീതിയുമുണ്ട്. അതിനെ ശരിയായ അർത്ഥത്തിൽ, ആത്മീയമായ അർത്ഥത്തിൽ അകക്കാമ്പ് കണ്ടെത്തിക്കൊണ്ട് സമീപിക്കുന്ന ഒരു രീതിയുമുണ്ട്. ആദ്യത്തെ രീതിയിൽ നമുക്ക് ഞാൻ എത്ര കാലമായി നമസ്കരിക്കുന്നു, ഞാൻ എത്ര കാലമായി നോമ്പ് നോൽക്കുന്നു, ഞാൻ എത്ര കാലമായി സദക്ക ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഞാൻ എത്ര ഹജ്ജ് ചെയ്തിരിക്കുന്നു, എന്താ ഇപ്പൊ അതിലൊക്കെ ഇരിക്കുന്നത് എന്ന ആളുകൾക്ക് തോന്നാം. അതല്ലെങ്കിൽ എനിക്കതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി, ഞാനും എന്റെ അയൽപക്കത്ത് താമസിക്കുന്നവനും തമ്മിൽ എന്ത് ബന്ധമാണ്, എന്ത് വ്യത്യാസമാണ്, അവനൊരു അമുസ്ലിമാണ്, ആ അമുസ്ലിം സഹോദരന് ഞാനും തമ്മിൽ, അതൊന്നും ചെയ്യാത്ത അവനും ഞാനും തമ്മിൽ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ, ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന്റെ കാര്യത്തിൽ എന്ത് വ്യത്യാസമിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ടാകും. സഹോദരന്മാരെ, അത് നമുക്ക് ഈ ആരാധനകളുടെ അകക്കാമ്പ് കണ്ടെത്തിക്കൊണ്ട് നിർവഹിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പറയാറുണ്ട് മൂട്ട ഹജ്ജിന് പോയതുപോലെ എന്ന് പറയാറുണ്ട്. ബെഡ് ബഗ് മൂട്ട എന്നല്ലേ പറയാറ്. ആ മൂട്ട ഹജ്ജിന് പോകുന്നു. ഒരു ഹാജിയുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ മൂട്ട എവിടെയോ കയറിയിരുന്നു. ആ ഹാജി ഇഹ്റാം കെട്ടിയപ്പോ പാസ്പോർട്ട് വേണ്ട, ടിക്കറ്റ് വേണ്ട, ഒന്നുമില്ലാതെ മൂട്ട കൂടെ കൂടിയിട്ടുണ്ട്. ഇഹ്റാമിൽ കൂടെ ഉണ്ടായിരുന്നു, ആ തവാഫിലും കൂടെ ഉണ്ടായിരുന്നു, സഅയിലും മൂട്ട കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അറഫ ഹാജിക്കൊപ്പം ഹാജി ചെയ്യുന്ന തവാഫും, അതേപോലെ മിനയിലെയും മുസ്ദലിഫയിലെയും മറ്റുമൊക്കെ രാവാർക്കലും എല്ലാ സ്ഥലത്തും മൂട്ടയും ഉണ്ടായിരുന്നു. മൂട്ടയെ നമുക്ക് അൽ ഹാജ് മൂട്ട എന്ന് വിളിക്കാൻ പറ്റും. മൂട്ട ഹാജിയാർ മൂട്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചാണെങ്കിൽ നമുക്ക് അതിനെയും അങ്ങനെ വിളിക്കാൻ പറ്റും. നമസ്കരിച്ചപ്പോഴും മൂട്ട നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നോമ്പെടുത്തപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നമസ്കരിക്കുന്ന മൂട്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ എന്താണ്? നമുക്ക് അല്ലാഹു ഒരു ഖൽബ് തന്നിട്ടുണ്ട്, ഒരു ഹൃദയം. ആ ഹൃദയത്തിന് ചില വികാരങ്ങൾ വ്യയം ചെയ്യാനുള്ള ഒരു ശേഷി അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലെ വളരെ ദീപ്തമായ സ്മരണകളും വളരെ മൂർച്ചയുള്ള ചിന്തകളും ഉച്ചാലോചനകളും ഇതൊക്കെ നമുക്ക് മനസ്സിൽ വിപുലപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള റബ്ബുൽ ആലമീനായ പടച്ചവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഡിസൈൻ ചെയ്ത പടച്ചവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഗീതാത്മകമായി താളാത്മകമായി ഈ പ്രപഞ്ചത്തെ മുഴുവനും ഇതിനെ സംവിധാനം ചെയ്തവൻ, ആ പടച്ചവനാണ് ഈ ഇബാദത്തുകളെയും ഡിസൈൻ ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ മഴവില്ലുകളെ ഡിസൈൻ ചെയ്തവൻ, ഈ പ്രകൃതിയിലെ മന്ദമാരുതനെ, ഈ പ്രകൃതിയിലെ മഴവില്ലുകളെ, മഴയെ, ഈ പ്രകൃതിയിലെ സസ്യലതാദികളെ, ഓരോന്നിന്റെയും പൂക്കളെയും കായ്കളെയും മണങ്ങളെയും ഇതെല്ലാം ഡിസൈൻ ചെയ്ത പടച്ചവൻ എത്ര മനോഹരമായിട്ടാണ് അവൻ നമുക്ക് വേണ്ടി ആത്മീയ തലത്തിൽ ഇബാദത്തുകളെയും നമുക്ക് അതിനെയും അല്ലാഹു നിർണയം ചെയ്തിരിക്കുന്നു. അതിനെ പടച്ചവൻ വളരെ മനോഹരമായി നമുക്ക് രൂപകൽപ്പന ചെയ്തു തന്നിരിക്കുന്നു. നമസ്കാരത്തിന്റെ രൂപത്തിൽ, സക്കാത്തിന്റെ രൂപത്തിൽ, നോമ്പിന്റെ രൂപത്തിൽ, ഹജ്ജിന്റെ രൂപത്തിലൊക്കെ. സഹോദരന്മാരെ, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു ഹാജി, ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ പുറപ്പെടുന്നു. അദ്ദേഹം ഇഹ്റാമിന്റെ സ്ഥലത്തെത്തി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഞാൻ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി, അല്ലാഹുവിനെ ഇഹ്റാം ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത്
അയാള് ഹജ്ജിൽ പ്രവേശിക്കുകയാണ്. നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമില്ലേ, അതേപോലെ ഹജ്ജിലുമുണ്ട് ഇഹ്റാം. അതോടുകൂടി ആ അമലിൽ പ്രവേശിക്കുകയാണ്. പ്രവേശിക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമാക്കൽ എന്നാണ്. അതിനു മുമ്പ് വരെ ഹലാലായ കാര്യങ്ങളൊക്കെ ഹറാമാണ്. അപ്പോൾ പല കാര്യങ്ങളും ഹറാമാണ്. അപ്പൊ ഇവിടെ പ്രകടമായൊരു മാറ്റം അയാളിൽ ഉണ്ടാവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മേൽവിലാസങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ മേൽവിലാസം അയാൾക്കുണ്ടാവുകയാണ്. നമ്മളെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു നേരത്തെ. എങ്ങനെ? നമ്മുടെ വസ്ത്രം വെച്ചിട്ട് തിരിച്ചറിയാം. ഇയാള് പണ്ഡിതനാണോ പാമരനാണോ, വലിയ വീട്ടിലുള്ള ആളാണോ ചെറിയ വീട്ടിലുള്ള ആളാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അയാളെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എന്താ? അദ്ദേഹം ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രമേ ധരിച്ചിട്ടുള്ളൂ. കഫം പുടവ ചുറ്റിയവനെ പോലെയാണ്. മരിക്കുന്ന സമയത്ത് അയാളുടെ എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റി അയാളെ കുളിപ്പിച്ച് ഈ തുണിയിൽ പൊതിയുകയാണ്. ഇതേപോലെ നമ്മൾ മറ്റൊരു ഭാവനയിലേക്ക് പോവാൻ, നമ്മൾ അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ്. അപ്പൊ നിലവിലുള്ള എല്ലാ സംഗതികളും ഉടയാടകളും ചിന്തകളും പ്രവർത്തനങ്ങളും കർമ്മ പദ്ധതികളും പ്ലാനുകളും എല്ലാം മാറ്റിവെച്ച് പടച്ചവനിലേക്കുള്ള ഒറ്റ പോക്ക്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പടച്ചോനെ, ഞാൻ ആവർത്തിച്ച് ആ വിളി കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ അയാളെ പോലെ നമ്മൾ ഹജ്ജിന് വേണ്ടി യാത്ര പറയുന്നവരും അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ. നീ വന്ന് കണ്ടാൽ കണ്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥ. പഴയകാല ഹജ്ജ് ത്യാഗപൂർണമായിരുന്നെങ്കിൽ ആ ഹജ്ജിൽ നിന്നും തുച്ഛമാണ്, വളരെ ലളിതമാണ് ഇന്നത്തെ ഹജ്ജ്. എന്നാൽ ത്യാഗം മാറിയിരിക്കുന്നില്ല. എത്രയൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാലും ത്യാഗം എന്ന് പറയുന്ന അതിന്റെ ഉള്ളടക്കം ഈ സൗകര്യപൂർണമായ ഹജ്ജിലും കാണാൻ പറ്റും. ഇപ്പോഴും ഹജ്ജിന് പോകുന്നവർ മരിക്കുന്നു അവിചാരിതമായി. വളരെ ത്യാഗപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. വളരെ അപായകരമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇവൻ പോകുന്നതാകട്ടെ കഫം പുടവ ചുറ്റിയവനെ പോലെ. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മളൊക്കെ ആ അവസ്ഥയിലേക്ക്, ആ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിലും അതിനെ ഒന്ന് നമ്മൾ ഉൾക്കൊണ്ട് നോക്കൂ. അതല്ലേ നമ്മൾ ആവേണ്ടത്? മാനസികമായി നമ്മളും ആ ഹാജിമാർക്കൊപ്പം നമ്മുടെ മേൽവിലാസങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല. പടച്ചവന്റെ വിളി കേട്ട് അവന്റെ ആളായി ജീവിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ നമ്മുടെ നിലവിലെ എല്ലാ മേൽവിലാസങ്ങളും മാഞ്ഞു പോകട്ടെ. എന്നിട്ട് നമ്മൾ അള്ളാഹുലേക്ക്, ഞാൻ അള്ളാഹുടെ ആൾ അബ്ദുള്ള എന്നതിനേക്കാൾ വലിയ ഒരു പേരുമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം ഏതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബ്ദുള്ള, അള്ളാഹുവിന്റെ ദാസൻ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതേപോലെ നമ്മളും ആ മനോഭാവത്തിലേക്ക് വളരണം, ഉയരണം. മറ്റുള്ള എല്ലാവരെയും അകറ്റി നിർത്തല്ലേ. അവൻ ഇവൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ, നമ്മൾ എന്ന അവസ്ഥയിലേക്ക് വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി കളയും. നമ്മൾ മരിക്കാൻ തയ്യാറായി പോകുന്നവരെ പോലെ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുകയാണ്. ആ അവസ്ഥകൾ നമ്മൾ കൂടെ ആലോചിക്കണം. അക്സിറു സിക്ര ഹാദിമിൽ ലദ്ദ. സകല സുഖങ്ങളെയും തകർത്ത് കളയുന്ന മരണമെന്ന ചിന്ത നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെക്കുറിച്ച് ചിന്തിക്കണം ധാരാളം. എപ്പോഴും മരിക്കാം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാ? മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നന്നാവാനുള്ള വഴി. ജനാസ നമസ്കാരം എന്തിനാ വെച്ചിരിക്കുന്നത് സഹോദരന്മാരെ? അത് ജനാസ നമസ്കാരം അത് നമുക്ക് ലൈവായിട്ട് ഇതിനെയൊക്കെ നേരിട്ടൊന്ന് അനുഭവിക്കാൻ വേണ്ടി. ആ സ്ഥാനത്ത് ഞാനാണെങ്കിലോ, അപ്പൊ ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ കുളിപ്പിച്ച്, നമ്മളെ കൊണ്ട് കുളിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് കഫൻ ചെയ്യിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് ചുമന്നു കൊണ്ടുവന്ന് പള്ളിയിൽ വയ്പ്പിക്കുന്നു, അതിന്റെ പിന്നിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നു,
പിന്നെ നമ്മൾ തന്നെ കൊണ്ടുപോയി കബറടക്കുന്നു. ഇതിനൊക്കെ വമ്പിച്ച പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ വലിയ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല, മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പിന്നെ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞു. എന്തിനാ? അതും മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവാൻ, അല്ലാതെ അവിടെ പോയിട്ട് വേറെ ഒന്നും കാട്ടിക്കൂട്ടാനല്ല. എന്നെ അടക്കാനുള്ള സ്ഥലത്ത് പോയി നിൽക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഖബർ ആരുടേതായിരുന്നു എന്റെ മഹല്ലിൽ, അടുത്ത ഖബർ ആരുടേതായിരിക്കുമെന്നൊരു വലിയ ചോദ്യചിഹ്നം ആ പള്ളിക്കാട്ടിൽ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഞാനായിക്കൂടാ? സഹോദരന്മാരെ, അങ്ങനെ എത്രയോ പേരാണ് നമ്മുടെ ഈ പള്ളിയിൽ വന്നുകൊണ്ടിരുന്നവർ, കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്നവർ. എവിടെ അവരൊക്കെ? കഴിഞ്ഞ വർഷത്തിൽ ഈ പള്ളിയുടെ മുൻസഫിൽ ഇരുന്ന സഹോദരന്മാരെവിടെ? പലരെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി? മരണം എല്ലാവരെയും പിടികൂടുന്നു. പ്രായം ചെന്നവര് മാത്രമാണോ? ചെറുപ്പക്കാര്, കുട്ടികൾ എല്ലാവരും മരിക്കുന്നു. അപ്പൊ മരണം എന്നതൊരു പരമാർത്ഥമാണ്. ഹാജിമാരെ ആ ഒരു ഘട്ടത്തിലൂടെ എല്ലാ മേൽവിലാസങ്ങളും അഴിച്ചു വെച്ച് പരലോക യാത്രയ്ക്ക് പോകുന്നവനെ പോലെ രണ്ട് കഷ്ണം തുണിയിൽ ശരീരത്തെ ചുറ്റിപ്പൊതിഞ്ഞ് അയാൾ യാത്ര ചെയ്യുന്നു. പടച്ചോനെ, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന്. അയാൾ പോയിട്ട് അവിടെ തവാഫാണ് ചെയ്യുന്നതെങ്കിൽ തവാഫ് ചെയ്യുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നു, എന്താണ് ഈ പരിപാടി? അവിടെ കാണാൻ കഅബ എന്ന് പറയുന്നത് ഒരു സമചതുരത്തിലുള്ള ഒരു ബിൽഡിംഗ് ആണ്, ഒരു കെട്ടിടമാണ്. അതിനകത്ത് മുറികളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. വെറും ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടം ഒരു കറുത്ത തുണി കൊണ്ട് ചുറ്റി പൊതിഞ്ഞിരിക്കുന്നു. എന്താണ്? ലോകത്ത് ഒരു കെട്ടിടവും ഇത്ര ലളിതമായി കാണാൻ കഴിയൂല. അതിനെന്താണ് ഇത്ര പ്രാധാന്യം? സഹോദരന്മാരെ, അതൊരു സ്ഥാപനമാണ്, ഒരു സംസ്ഥാപനമാണ്. അതിന്റെ അടിക്കല്ല്, അതിന്റെ പടുത്തുയർത്തിയിരിക്കുന്ന മേൽക്കല്ലുകൾ, അത് അങ്ങേയറ്റം ത്യാഗപൂർണമായ ഒരാദർശത്തിന്റെ, വിശ്വാസത്തിന്റെ ശിലാസ്ഥാപനമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ കെട്ടിടത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാത്തത് കൊണ്ടാണ് ആ കെട്ടിടത്തിനെ അത്രമാത്രം രൂപഭംഗിയില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു അങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. പക്ഷെ ആ കെട്ടിടം നിലനിൽക്കുന്ന ഒരാദർശമുണ്ട്, അതോട് ചേർത്ത് വെച്ച് കഅബ, അതിലേക്ക് നോക്കുന്നത് പോലും പുണ്യമാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് പുണ്യമാണ്. ആ കഅബാലയം, അത് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോ എത്രയെത്ര പ്രവാചകന്മാർ അതിന്റെ മുറ്റത്തുകൂടെ കടന്നുപോയിരിക്കുന്നു. മഹാന്മാരായ പ്രവാചകന്മാരുടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ, മറ്റനേകം പ്രവാചകന്മാരുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവിടുത്തെ കൈയുടെ കാലിന്റെ സ്പർശനമേറ്റ ആ മഹത്തായ സ്ഥലമാണത്. ആ കഅബാലയത്തെ പറ്റി ചിന്തിക്കുമ്പോ 4000 കൊല്ലങ്ങൾക്കപ്പുറം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്നിട്ട് പുനർനിർമ്മിച്ച, അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്ത ഇത് ബവ്വഇന മക്കാനൽ ബൈത്ത്, ഇവിടെ പണി ഇബ്രാഹിമേ എന്ന് പറഞ്ഞു അല്ലാഹ് കൃത്യമായി സ്ഥാനം കാണിച്ചു കൊടുത്തിടത്ത് ഇത് ഇബ്രാഹിമുൽ ഖവാഇദ, ഇബ്രാഹിം അസ്ഥിവാരം ഉയർത്തി, ഭിത്തിയെ ഉയർത്തി എന്ന് പറയുമ്പോ അപ്പൊ നേരത്തെ അവിടെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ചരിത്രം പിന്നെയും മുമ്പോട്ട് പോകുന്നു, ലോകാരംഭം മുതലേ ഉണ്ടാകുന്നു. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ ഇതൊരു മഹത്തായ സ്ഥലമാണ് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് എന്താണ് അതിലൂടെ പഠിപ്പിച്ചു തരുന്നത്? ഈ ഭൂലോകത്ത് തൗഹീദിന്റെ കേന്ദ്രമാണത്. നിങ്ങൾ അല്ലാഹുവിലേക്ക് യാത്ര ചെയ്തെത്തുന്നത് തൗഹീദിലേക്കാണ്.
അത് അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന ഇബ്രാഹിം ഇസ്മായിൽ പ്രവാചകന്മാരുടെ ഹൃദയസ്പർശമുള്ള, പാദസ്പർശമുള്ള, വിയർപ്പ് ചിന്തിയ, ത്യാഗോജ്ജലമായ, സംസത്തിന്റെ ഉറവ പൊട്ടിയ സ്വന്തം പുത്രനെ കഴുത്തിൽ കത്തിവെച്ചറുക്കാൻ സന്നദ്ധമായ ആ ചരിത്ര ഭൂമിയുടെ ചുറ്റുവട്ടത്താണ് ഉയരുന്നത്. അതിലുമപ്പുറം സ്വന്തം ഗ്രഹത്തിൽ വിഗ്രഹാരാധന നടത്തുന്നു. പിതാവ് ആസർ വിഗ്രഹ വ്യാപാരിയും പൂജാരിയും ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവനുമായി നടക്കുന്ന കാലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുട്ടിയായിരിക്കുമ്പോ വിചാരബോധമുയർന്ന ആദ്യ സമയത്ത് തന്നെ ആ മിണ്ടാ പ്രാണികളെ എന്തിനാണ് ആരാധിക്കുന്നതെന്ന ചോദ്യം ഉയർത്തുകയാണ്. ഇതിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ അതിന്റെ മുന്നിലേക്ക് പ്രസാദങ്ങൾ കൊണ്ടുപോയി വച്ചിട്ടും എലികളും പൂച്ചകളും ഈച്ചകളും വന്ന് തട്ടിക്കൊണ്ടുപോയാലും അതിനെ തടയാൻ കഴിയാത്ത ഈ മിണ്ടാ പ്രാണികളെ എന്തിനാണ് ആരാധിക്കുന്നതിന്റെ പിതാവേ എന്ന് ചോദിക്കുകയാണ്. മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതിപരമായ ബുദ്ധിയിൽ നിന്നുള്ള നിർഭയമായ ചോദ്യമാണത്. പാരമ്പര്യത്തെയും സമ്പ്രദായങ്ങളെയും ഭയപ്പെടാത്ത ചോദ്യം, യുക്തിബോധത്തിൽ നിന്നുള്ള ചോദ്യം ഇബ്രാഹിം അലൈഹിസ്സലാം ഉയർത്തിക്കൊണ്ടേയിരുന്നു. ആ കൊച്ചു ചോദ്യം മുതൽ പതുക്കെ പതുക്കെ ആ ചോദ്യങ്ങൾ ചോദ്യശരങ്ങളായി വളർന്ന് വീട്ടിനകത്തും നാട്ടിലും ആ ചോദ്യശരങ്ങൾ ഉയർന്ന് അവസാനം കുടുംബക്ഷേത്രത്തിലെ, സ്വന്തം കുടുംബത്തിലെ ക്ഷേത്രത്തിലെ വിഗ്രഹ ധ്വംസനത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാം പിടികൂടപ്പെടുകയാണ്. വീട്ടിലുള്ള കാര്യമല്ലേ, അതിനെ നിയന്ത്രിക്കാൻ ഇബ്രാഹിമിന്റെ വാപ്പാക്ക് അധികാരമുള്ളതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിനും അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന് വെക്കാമെങ്കിൽ അതിനെ എടുത്തു മാറ്റാനും തട്ടിത്തകർക്കാനും മോനും അവകാശവും അധികാരവും ഉണ്ട്. അത്രമാത്രമേ അതിനർത്ഥമുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹങ്ങളെയൊക്കെ തട്ടിത്തകർത്തു. അവസാനം അവിടെ നിന്നും ഭരണകൂടം പിടികൂടി അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലെറിയാൻ തീരുമാനിച്ചു. നിങ്ങൾ നോക്കൂ, അഗ്നികുണ്ഡത്തിലെറിയാൻ തീരുമാനിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു നാടൊട്ടുക്കും ആളെ കൂട്ടി, വിറകുകൾ കൂട്ടി ആളി കത്തിച്ച് തീക്കിടങ്ങ് ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് അമ്പെയ്തിടുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നു. ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്ന ഈ സംഭവം മജീഷ്യൻ പുതുകാടിന്റെ ഒരു മാജിക് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഈ ഭൂമിയിൽ അല്ലാഹു തആല അവന്റെ പ്രവാചകരിലൂടെ സാധ്യമാക്കിയ അഭൗതികമായ അവന്റെ ഒരു സഹായവും അവന്റെ സഹായത്തിന്റെ ഇടപെടലുമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അന്തസ്സോടെ, അഭിമാനത്തോടെ ആദർശ പ്രബോധനം നടത്തി. ഭൂപ്രദേശങ്ങൾ താണ്ടി മക്കയിലെത്തി. അവിടെയാണ് കഅബ പണിയുന്നത്. ഇതെന്താണ് നമുക്ക് തരുന്ന പാഠം? ഇതെന്താണ് പാഠം? ആഖിറത്തിലേക്കുള്ള നമ്മുടെ യാത്ര അതാണ്. ഈ ദുനിയാവിൽ ഒന്നിലും ഒരു സുഖഭോഗ വസ്തുവിലും ഒരു ലക്ഷ്യത്തിലും തട്ടിത്തടഞ്ഞു നിൽക്കേണ്ടതല്ല നിന്റെ സ്വപ്നം, നിന്റെ ലക്ഷ്യം, നിന്റെ നോട്ടം, നിന്റെ താല്പര്യങ്ങൾ. അതിനുമപ്പുറം ദുനിയാവിലെയും പൊത്ത്, ദുനിയാവിലെയും ചൂടുന്ന് അങ്ങപ്പുറത്ത് ആഖിറത്തിലേക്ക് പോകണം. അതാണ് ഒരു ഹാജി ആഖിറത്തിലേക്കുള്ള യാത്രയിലൂടെ അള്ളാഹുവിലേക്കും പരലോകത്തിലേക്കും യാത്ര ചെയ്യുന്നു. അങ്ങനെയുള്ളവന്റെ മുമ്പിൽ ആദ്യത്തെ പാഠം തൗഹീദാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നി പരീക്ഷണങ്ങൾ താണ്ടിക്കടന്ന് മരുഭൂമിയിലെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവസാനം പരീക്ഷണങ്ങളിൽ വിജയിച്ചിട്ട് സംസ്ഥാപിച്ച കഅബാലയത്തിന്റെ ചുറ്റും നീ ആവർത്തിച്ചാവർത്തിച്ച് ഒരേ ആശയത്തിന് ചുറ്റും ആവർത്തിച്ചാവർത്തിച്ച് ചുറ്റിക്കറങ്ങി നിന്റെ ചിന്തകൾക്ക് തീ കൊടുത്ത് നീ റബ്ബിലേക്ക് വലയം ചെയ്യുകയാണ്. റബ്ബിനെ കാണാൻ പോയവൻ റബ്ബവിടെ അവന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ശൂന്യമാണ്. പടച്ചവനെ കാണുന്നില്ല. പടച്ചവന്റെ ഭവനം ബൈത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണുന്നില്ല. അങ്ങനെ ലൈല മജ്നൂന്റെ സംഭവത്തിൽ പറയുന്നത് പോലെ ആ ഭിത്തിയെ
ഭിത്തിയെയും ഈ ഭിത്തിയെയും പോയി ചുംബിക്കുന്നു. പടച്ചോനെ കാണുന്നില്ല. അള്ളാഹുവിനെ കാണാൻ പോയവൻ അവന്റെ ആ കഅബാലയത്തിന് ചുറ്റും അവനെ തേടിയിട്ട് പ്രദക്ഷിണം ചെയ്യുകയാണ്. അവൻ ആ തൗഹീദ് എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അഗ്നി പരീക്ഷണങ്ങളിലൂടെ ബലിക്കല്ലിലൂടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച ആ തൗഹീദിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തയിലാണ്. അവരുടെ ത്യാഗത്തെ കുറിച്ചുള്ള സ്മരണയിലാണ്. പടച്ചോനെ തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവേ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിജീവിച്ചതുപോലെ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം. ശിർക്കിന്റെ കുഫറിന്റെ ശക്തികളുടെ തീക്കിടങ്ങുകൾ ആളിക്കത്തുമ്പോ ഞാനും അതിൽ പെട്ടുപോകാതെ, ഞാൻ എന്റെ വിശ്വാസത്തെ ആദർശത്തെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ അതിനോട് സന്ധിയാകാതെ നീയും എന്നെ കാത്തുകൊള്ളണേ പടച്ചവനെ എന്നുള്ള പ്രാർത്ഥനയോടെ ആ കഅബാലയത്തിന് ചുറ്റും ചുറ്റിക്കറങ്ങുകയാണ്. സഹോദരന്മാരെ, ആ തൗഹീദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന് സ്ഥാപിച്ചു തന്നതുപോലെ നമ്മളും അതിൽ ഉറച്ചു നിൽക്കണമെന്ന പാഠമാണ് നമ്മുടെ മുമ്പിൽ. നമുക്ക് മുമ്പിൽ നമ്രൂദുമാരുണ്ട്, ഫറോവമാരുണ്ട്, അവർക്കും തീക്കിടങ്ങുകളുണ്ട്. നമ്മൾ ഇത് പറയുമ്പോഴും ഫലസ്തീനിലെ ഗസയിലെ മുസ്ലിം സഹോദരങ്ങൾ കൊടും പട്ടിണിയിലാണ്. അവിടുത്തെ നെതന്യാഹുവും അതേപോലെ ട്രംപും ഭീകര ശക്തികളെല്ലാം ചേർന്നിട്ട് ആ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പട്ടിണിക്കിട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ തിന്നാനും കുടിക്കാനുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ അവരാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ മാറ്റി പറയാൻ തയ്യാറായിട്ടില്ല. എന്തിന്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത്? ഭൗതികമായ വ്യത്യസ്തമായ കാരണങ്ങളും ഭൂപ്രദേശത്തിന്റെ പേരിലുള്ള തർക്കങ്ങളും ഇതൊക്കെ പറയാമെങ്കിലും അന്തിമമായി അവരുടെ പ്രശ്നം തൗഹീദാണ്. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും മഹോന്നതനും പ്രതാപിയുമായ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനിൽ വിശ്വസിച്ചു എന്നതല്ലാത്ത ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. സഹോദരന്മാരെ, ആ സഹോദരന്മാർ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ നോക്കൂ, കൊന്ന് തള്ളുന്നു, ബോംബ് വർഷിക്കുന്നു, മിസൈൽ കൊണ്ട് നശിപ്പിക്കുന്നു, പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്തിരിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാലും മറ്റിതര പ്രദേശങ്ങളിലേക്ക് പോയാലും കാണുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നാലും ബോലോ ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട്, വിളിക്കട ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. എത്രയേറെ ആളുകളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. വാർത്തയല്ലാതായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നാൽ തല്ലിക്കൊല സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പള്ളി തകർക്കൽ, മദ്രസ തകർക്കൽ, അല്ലെങ്കിൽ ഒരാളെ തല്ലിക്കൊന്നത്, അല്ലെങ്കിൽ പശുക്കടത്തെന്ന പേരിൽ ഉദ്ഹിയക്കുള്ള മൃഗത്തെ തടഞ്ഞു വെച്ച് അയാളെ പിടിച്ച് തല്ലിക്കൊന്ന് ഈ മൃഗങ്ങളെ മുഴുവൻ കട്ടോണ്ട് പോയാലും ഇതൊന്നും വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു. നമുക്കൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇതൊക്കെ നിത്യ സംഭവമാണ്. എന്തേ ഇപ്പൊ തല്ലിക്കൊല്ലാത്തത് എന്നേ ചോദിക്കുകയുള്ളൂ കാണാതിരുന്നാൽ. ആ അവസ്ഥയിലേക്ക് സർവ്വസാധാരണമായി ഈ സംഭവങ്ങൾ മാറിയിരിക്കുന്നു. സഹോദരന്മാരെ, ഇവിടെയെല്ലാം നമ്മുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫലസ്തീനിലായാലും നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലായാലും നമുക്ക് തോന്നണ്ട, നമ്മൾ ഇതിലൊക്കെ ഒന്ന് വെള്ളം ചേർത്താൽ, ഒന്ന് മായം ചേർത്താൽ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, അവരോടൊപ്പം ഒന്ന് കൂടിയാൽ ഇതൊക്കെ ഒന്ന് ശമിച്ചു കിട്ടും എന്ന് നമുക്ക് തോന്നണ്ട. അത് നമ്മുടെ മാർഗവുമല്ല. ത്യാഗങ്ങളുടെ തീച്ചൂളകളിലൂടെയാണ് ഇസ്ലാം കടന്നു വന്നത്. ഇസ്ലാം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാം എത്തിയത് ആരും പട്ടുമെത്തയിൽ കിടന്നിട്ടല്ല, AC റൂമിൽ ഇരുന്നിട്ട് കലിമ ചൊല്ലിയിട്ടല്ല, ദിക്ർ ചൊല്ലി പൂർത്തിയാക്കിയിട്ടല്ല, മറിച്ച് ശത്രുക്കളുടെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നടുവിൽ അവിടെ ജീവൻ ഹോമിച്ചും പട്ടിണി കിടന്നും നാട് വിട്ടും ഉറ്റവരെ ബലി കൊടുത്തും നേടിയതാണ് കലിമ. അതിലൂടെയാണ് ഇസ്ലാം തലമുറകൾ കൈകോർത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിനെ വെച്ചിട്ട്, ഈ കിട്ടിയ ഇസ്ലാമിനെ വെച്ചിട്ട് എനിക്കൊന്ന് സുഖിക്കണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അഗ്നികുണ്ഡങ്ങൾ താണ്ടിയവരാണ്. അവർ
അതുകൊണ്ട് മാത്രമാവൂല, മറിച്ച് നിങ്ങൾ അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർമ്മിക്കണം, പടച്ച തമ്പുരാനെ ഓർമ്മിക്കണം, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിക്കണം, നമ്മുടെ ദീനിനോടുള്ള ബാധ്യതകൾ ഓർമ്മിക്കണം. ഞാൻ ചെയ്യേണ്ട ത്യാഗം ഞാൻ ചെയ്യണം. അപ്പോഴേ ഇത് സാർത്ഥകമായി തീരുകയുള്ളൂ. അതാണ് തവാഫ് നമ്മളോട് പറയുന്നത്. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നേടിത്തന്ന തൗഹീദ് നീ മുറുകെ പിടിക്കണം. ആ തൗഹീദിന് വേണ്ടി നാടൊട്ടുക്കും ലോകമെമ്പാടും ത്യാഗങ്ങൾ നടക്കുമ്പോ നിനക്കും ത്യാഗം ചെയ്യേണ്ടി വന്നാൽ നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത് മോനെ എന്നാണ്. ലാ തുശ്രിക ബില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശ്രിക ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കാളികളെ കൂട്ടരുത്, ഒന്നിനെയും പങ്കു ചേർക്കരുത്. നീ വെട്ടി നുറുക്കപ്പെട്ടാലും തീയിലിട്ട് കരിക്കപ്പെട്ടാലും ഒരു വഖത്ത് നമസ്കാരവും നീ ഉപേക്ഷിക്കരുത്. ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവനിൽ നിന്ന് അല്ലാഹു ഉത്തരവാദിത്തം ഒഴിഞ്ഞു കളയുന്നതാണ്. നീ ലഹരി ഉപയോഗിക്കരുത്, സകല തിന്മകളുടെയും താക്കോലാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ആദർശത്തിലും വിശ്വാസത്തിലും മൂല്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാതിരിക്കുക എന്നതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇബ്രാഹിം നബിയെ തീയിലിട്ട് കരിക്കാൻ പോയപ്പോ അതിന് തയ്യാറായി, ആദർശത്തെ കൈവിട്ടില്ല. വെട്ടി നുറുക്കാൻ വന്നാൽ അതിനും തയ്യാറാണ്. ഇതേപോലെ നമ്മളോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദരാ, നിന്നെ തീക്കിടങ്ങിൽ എറിഞ്ഞാലും നിന്നെ വെട്ടിക്കൊന്നാലും നീ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയരുത്. ആദർശങ്ങളിൽ, മൂല്യങ്ങളിൽ, സംസ്കാരങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിക്കുന്ന പാഠം. അതാണ് തൗഹീദിന്റെ അനുബന്ധമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. അതാണ് തവാഫിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. മാത്രമല്ല, സാഹോദര്യമാണ് സാഹോദര്യം. കഅബ നമ്മളോട് ഉദ്ഘോഷിക്കുന്നത് സാഹോദര്യമാണ്. പരിശുദ്ധമായ കഅബ ശരീഫ്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൂട്ടി നിർത്തിയിട്ട് ചോദിച്ചു, ഇതേത് ദിനമാണ്, ഇതേത് മാസമാണ്, ഇതേത് സ്ഥലമാണ്? അവർ മിണ്ടാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതോ നാടിനെ പറ്റിയോ സ്ഥലത്തെ പറ്റിയോ പറയുമെന്നാണ് വിചാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ദുൽഹജ്ജ് മാസമല്ലേ, ഇത് കഅബ ശരീഫല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞത് എന്താണ്? ഈ നാട് എത്ര പവിത്രമാണോ, ഈ കഅബ എത്ര പവിത്രമാണോ, ഈ ദിനം എത്ര പവിത്രമാണോ, അതേപോലെ പവിത്രമാണ് നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്, സഹോദരന്മാരായി വർത്തിക്കണം. സഹോദരന്മാരെ നോക്കൂ, അവിടെ ഷാഫി മദ്ഹബുകാരും ഹംബലി മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരും മദ്ഹബില്ലാത്ത സലഫികളും എല്ലാവരും അവിടെ ഒരേപോലെയാണ്. നോക്കൂ, സുന്നി ഷിയ എന്ന് പറഞ്ഞ് ലോകം തർക്കിക്കുമ്പോ എന്തേ സൗദി അറേബ്യക്ക് ഷിയാക്കളെ ഹജ്ജിന് വരണ്ടെന്ന് പറയാൻ പറ്റൂ? ഷിയാക്കളും അവിടെ ഹജ്ജിന് വരുന്നില്ലേ? അവരും സഹോദരന്മാരെ പോലെ നമ്മുടെ അവാന്തര വിഭാഗങ്ങളിലെ ഏറ്റവും ചേരി തിരിഞ്ഞു നിൽക്കുന്ന ഉൾപ്പിരിവിൽപ്പെട്ടവരാണല്ലോ ഷിയാക്കൾ. അവർ പോലും ഹജ്ജിന് വരുന്നില്ലേ? അവിടെ അവരും ഹജ്ജ് നിർവഹിക്കുന്നില്ലേ? അവരും ഉൾപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ഹറം ഷരീഫ്, കഅബാലയം. ഇതേപോലെ നമ്മളും കഅബ പോലെ പവിത്രമാവണം നമ്മുടെ മനസ്സ്. സുന്നിയെയും സലഫിയെയും മുജാഹിദിനെയും ജമാഅത്തിനെയും അതേപോലെ ഇതര മദ്ഹബുകാരെയും ഷിയാക്കളെയും മുസ്ലിങ്ങളുടെ അവാന്തര വിഭാഗങ്ങളെയും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാല വിസ്തൃതമായ ഒരു ഇടമായി നമ്മുടെ ഖൽബ്, ഹൃദയം മാറേണ്ടതുണ്ട്. സാഹോദര്യം ഉണ്ടാകണം. അവിടെ ഒരു തർക്കമില്ലല്ലോ. വലാ ജിദാല വലാ ഫുസൂഖ, തർക്കമില്ല, പാപകൃത്യങ്ങളില്ല ഹജ്ജിൽ. അപ്പൊ ആ അർത്ഥത്തിൽ ഹജ്ജ് അതിന്റെ സന്ദേശം ഉൾക്കൊള്ളണമെങ്കിൽ, നല്ലൊരു ഹാജി ആവണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഒരു സംഘടനയും ഉസ്താദുമായിട്ട് ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് പോയി അതേ ഇടുങ്ങിയ ചിന്താഗതിയോടെ ഇങ്ങോട്ട് വന്നാൽ ഒരു കലയില്ല സഹോദരന്മാരെ.
ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഒരു സംഘത്തിൽ, ആ സംഘത്തിൽ ഏതോ ഒരു സംഘടനയിലാണ്. അവർ പറഞ്ഞു കൊടുത്തു, അവരെങ്ങനെയൊക്കെ ചെയ്യും, ഇവരിങ്ങനെയൊക്കെ ചെയ്യും, അതുപോലെ നിങ്ങൾ ചെയ്യരുത്, എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അകറ്റി. സഹോദര, അവിടെ ചെല്ലുമ്പോഴെങ്കിലും നമ്മുടെ മനസ്സുണരണം. പരിശുദ്ധമായ ഹറമ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് പോലെ നമുക്കും ഉൾക്കൊള്ളാൻ കഴിയണം. പിന്നെ ആ ഹറമുമായിട്ട് വേണം തിരിച്ചു വരാൻ. അല്ലാതെ നമ്മുടെ സംഘടനാ ഓഫീസുമായിട്ടല്ല തിരിച്ചു വരേണ്ടത്, ഹറമുമായിട്ട് തിരിച്ചു വരണം. കഅബയുടെ തിരുമുറ്റം പോലെ നമ്മുടെ പരിശുദ്ധമായ മനസ്സ് മാറണം. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എത്ര ഹദീസുകളാണുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയും ധാരാളം പാഠങ്ങൾ ഹജ്ജിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സമയം പരിമിതമാണ്. അതേപോലെ തന്നെ ദിക്റുല്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയെക്കുറിച്ച് ധാരാളമായി പറയും. അറഫയിലും മുസ്ദലിഫയിലും മിനയിലും ഒക്കെ രാവാർക്കൽ, അതേപോലെ പിശാചിനുള്ള പിശാചിനെതിരെയുള്ള കല്ലേറ്, അതുപോലെ ഉളഹിയ ബലി, ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ വലിയ വലിയ അർത്ഥങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ എല്ലാ ഇബാദത്തുകളുടെയും ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കി മനസ്സിനെയും ജീവിതത്തെയും പരിഷ്കരിച്ച് നല്ല മുഅ്മിനീങ്ങളായി അല്ലാഹുവിന്റെ ഏറെ പ്രീതിയും സ്നേഹവും പിടിച്ചുപറ്റി സ്വർഗത്തിൽ വിജയിക്കുന്നവരായി മരിക്കാൻ, അല്ലാഹുവിന് പ്രിയപ്പെട്ടവരായി മരണപ്പെടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.